ഹിജാബ് വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? പ്രേമം സിനിമയിലെ ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു ഡയലോഗാണിത്. ഈശോയെക്കുറിച്ചും ഇത് സത്യമാണ്. അവൻ വളരെ സിമ്പിൾ ആയിരുന്നു. ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു. നസ്രത്തിൽ മാതാപിതാക്കന്മാരോടൊപ്പം 30 വയസ്സുവരെ ജീവിച്ചു. ആശാരിപ്പണി ചെയ്തു. 30 വയസ്സിന് ശേഷം സുവിശേഷം പ്രസംഗിച്ചു. പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരോടൊപ്പം നടന്നു. അവൻ ഏറെ ശക്തനുമായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന് മീതെ നടന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി. അവൻ പീഡകൾ സഹിച്ചു മരിച്ചു. 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. അവൻ പൂർണ്ണമായും മനുഷ്യനായിരുന്നു, പൂർണ്ണമായും ദൈവവുമായിരുന്നു. കന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവചൈതന്യം നിറഞ്ഞപ്പോഴാണ് അവൻ ഉരുവായത്. അവൻ ദൈവമാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് അവന്റെ ഉത്ഥാനമായിരുന്നു. ഉത്ഥാനത്തിന് ശേഷം 500ഓളം പേർക്ക് അവൻ പ്രത്യക്ഷനായി. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂൾ എന്ന ചെറുപ്പക്കാരൻ ക്രിസ്തു ദർശനം ലഭിച്ചപ്പോൾ അപ്പസ്തോലനായ പൗലോസായി മാറി. അവൻ ലോകമെങ്ങും ഓടി നടന്ന ഈശോയെ പ്രഘോഷിച്ചു. അവസാനം അവനു വേണ്ടി രക്തസാക്ഷിയായി. ഈ നൂറ്റാണ്ടിലും അനേകർ അവനെ പ്രതി രക്തസാക്ഷിത്വം ചൂടുന്നു. 2015 ഫെബ്രുവരിയിൽ ലിബിയയിൽ 21 നിർമ്മാണ തൊഴിലാളികൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു. നമുക്കും സധൈര്യം അവനെ പ്രഘോഷിക്കാം.